എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രേഷു തങ്കു നാട്ടിൽ വന്ന കാര്യം നിങ്ങൾക്ക് അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ എടുക്കണ്ടെന്ന് വിചാരിച്ചാലും പറ്റത്തില്ല. കാരണം അമ്മാതിരി തോന്നിയവാസങ്ങളാണ് വിളിച്ച് പറയുന്നത്. ഞാൻ എന്തായാലും ആ ഇൻ്റർവ്യൂ ഈ പറയുന്ന മീഡിയക്കാരന്മാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി കൊടുക്കുന്നതൊന്നും ഞാൻ എടുക്കുന്നില്ല. പക്ഷേ ഇവർ അവിടെ വെച്ചിട്ട് ദുബായിൽ വെച്ചിട്ടൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടല്ലോ. സ്ഥിരമായിട്ട് ഇപ്പം ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് കട്ട്സ് ആയിട്ട് അവർ ഈ അമ്മ ഗ്ലോബൽ TV എന്ന് പറയുന്ന ചാനലുകാർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങൾ ആ വീഡിയോ ഇന്നത്തെ ബൈറ്റ് കണ്ടിട്ട് നിങ്ങളുടെ ഫീലിംഗ് എന്താണ്? നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നി? ആ തോന്നിയ കാര്യം ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. കാര്യം അതിനകത്ത് ഇപ്പോൾ ഈ ബൈറ്റ് കൊടുത്തതിനകത്ത് കിച്ചുവിനെ പറയുന്നുണ്ട്, പിന്നെ വ്ളോഗേഴ്സിനെ അത് ഓഫ് കോഴ്സ് പറയുമല്ലോ, എല്ലാവരും പറയുന്നുണ്ട്, എല്ലാവരും വലിച്ചു വാരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ള കാര്യം ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞാൻ നേരെ നമ്മുടെ ഈ വീഡിയോയിലേക്ക് വരുവാണ്. ഈ ആങ്കർ ചേട്ടനോട് എനിക്ക് ഇന്നും ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ചേട്ടൻ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് രേഷു തങ്കുവിനെ വെളുപ്പിക്കാൻ വേണ്ടി. എന്ത് കിട്ടുന്നു ചേട്ടാ ഇതിങ്ങനെ വിളിപ്പിക്കുമ്പോൾ? അല്ല, അറിയാത്തതെന്ന് ചോദിക്കുകയാണ്. ചേട്ടൻ ഈ സ്ഥാപനത്തെ വിളിപ്പിക്കുന്നതാണോ അതോ രേഷു തങ്കുവിനെ വിളിപ്പിക്കാൻ വേണ്ടിയാണോ ഈ ഇൻ്റർവ്യൂ എടുത്തത്? ഒരു സംശയം കൂടെ ചോദിക്കുന്നതാണ്. നമുക്ക് എന്തായാലും നേരെ ഇൻ്റർവ്യൂവിലേക്ക് പോവാം. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്നും സംസാരിക്കാം. പിന്നെ ഇപ്പം നമുക്ക് മക്കളുണ്ട്, അവർക്ക് വേണ്ടി ജീവിക്കണം. എന്തുമാകട്ടെ, ഇനി എന്ത് പ്രശ്നങ്ങളും ഉണ്ടാകട്ടെ, ഇപ്പം പ്രായപൂർത്തിയായ ആർക്കും എന്ത് സംസാരിക്കാനുള്ള അവകാശം. ഇപ്പം മോനാണെങ്കിൽ ഇപ്പം ഒരു വിവാദം നടക്കുന്നു, അവൻ്റെ ലൈവ് പറഞ്ഞു, അതിനെപ്പറ്റി കുറെ ഇനിയിപ്പം ഞാൻ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഇനി അതായിരിക്കും ചോദ്യങ്ങൾ. അതൊക്കെ നടക്കട്ടെ, അതൊക്കെ അവരോട് ഇഷ്ടമാണ്. അതാണ്, അവൻ ലൈവ് പോയി അവൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്തിനാ പല വ്ളോഗേഴ്സിൻ്റെ മണ്ടയ്ക്ക് അത് കൊണ്ടിരിക്കുന്നത്? ഈ വ്ളോഗേഴ്സ് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് അവനത് പറയുന്നത് എന്നൊക്കെ പറയുന്നതിനാണ്. നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഇപ്പം ഈ എയർപോർട്ടിൽ വന്നിട്ടും പറഞ്ഞ കാര്യം എന്താണ്? അവൻ്റെ ഇഷ്ടപ്രകാരം പറഞ്ഞു. അവൻ പ്രായപൂർത്തിയായ കുട്ടിയാണ്, അപ്പോൾ അവൻ്റെ ഇഷ്ടപ്രകാരം സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന നിങ്ങൾ പിന്നെ എന്തിനാണ് ചില വ്ളോഗേഴ്സിൻ്റെ തലയിൽ കയറാൻ പോകുന്നത്? വ്ളോഗേഴ്സാണ് അവനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. നിങ്ങളിൽ എന്തെങ്കിലും തെളിവുണ്ടോ? ചോദിക്കുകയാണ്. നിങ്ങളുടെ കയ്യിലോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിലോ എന്തെങ്കിലും തെളിവുണ്ടോ ഈ വ്ളോഗേഴ്സാണ് ഈ കിച്ചുവിനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചെന്നുള്ളതിന്? ഉണ്ടെങ്കിൽ നിങ്ങളത് പുറത്ത് വിട്. വ്ളോഗേഴ്സാണ് പറയിപ്പിച്ചെന്നുള്ള തെളിവിട്. അതാണ് ചെയ്യേണ്ടത്. അല്ല ചുമ്മാ വന്ന് നിങ്ങൾക്ക് തോന്നിയ പോലെ വിളിച്ച് പറയല്ല വേണ്ടത്. ഓരോ വ്ളോഗേഴ്സും നിങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ വിത്ത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതല്ലാണ്ട് ചുമ്മാ ആരും വന്നിട്ട് വിടുവായത്തരം പറയുന്നില്ല. ബാക്കിയേക്കാം നമ്മുടെ ഇഷ്ടം നമ്മൾ പറയുന്നത്. അവൻ പ്രായപൂർത്തിയായ കുട്ടിയാണ്, അവൻ്റെ ഇഷ്ടം പറയട്ടെ. ഇപ്പൊ കൊച്ചിന്റെ കാര്യമാണ്, അവന് വേണ്ടിയിട്ട്, അവനൊരു കുഞ്ഞു കുട്ടിയാണ്, അവന് വേണ്ടിയിട്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ. അതെ, അവന് വേണ്ടി ജീവിക്കണം. അവൻ കുഞ്ഞുകുട്ടിയാണ്. ഇപ്പോൾ അവൻ വളർന്നു വരുമ്പോഴേക്കും ചോദിക്കും, അവൻ സ്കൂളിൽ പോകുമ്പോഴേക്കും അവൻ്റെ കൂട്ടുകാർ ചോദിക്കും, നിന്റെ അമ്മയുടെ ഇന്ന സംഭവം കണ്ടല്ലോടാ, അല്ലെങ്കിൽ നിൻ്റെ അമ്മയുടെ ഇന്ന ഡാൻസ് കണ്ടല്ലോടാ എന്നൊക്കെ അവനോട് പറയുമ്പോൾ അവൻ അത് വീട്ടിൽ വന്നിട്ട് അതിൻ്റെ റിയാക്ഷൻ കാണിക്കും. അത് എങ്ങനെ കാണിക്കും എന്നുള്ളതാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടത്. ഇപ്പോൾ അവൻ 5 അല്ലെങ്കിൽ 6 വയസ്സായിട്ടുള്ളൂ. ഒരു 5 വർഷം അധികം പോകത്തില്ല. ഒരു 11 വയസ്സ്, ഒരു 12 വയസ്സൊക്കെ ആകുമ്പോൾ അവൻ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രാപ്തിയാവും. ആ സമയത്ത് ഇന്ന് കിച്ചു 22ാമത്തെ വയസ്സ് പറഞ്ഞ കാര്യം അവൻ 12ാമത്തെ വയസ്സ് നിങ്ങളോട് ചോദിക്കും. കിച്ചുവിനില്ലാത്ത സ്വാതന്ത്ര്യം അവൻ കാണിക്കും. കാരണം അവൻ നിങ്ങളുടെ സ്വന്തം മകനാണ്. അത് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. നമ്മളത് കാണുകയും ചെയ്യും. ബാക്കി തീർച്ചയായിട്ടും അത് വേണം. കാരണം ഒരു അമ്മ എന്ന രീതിയിൽ രേണുസുതി എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അത് പോസിറ്റീവായിട്ട് യഥാർത്ഥത്തിൽ 90% ആൾക്കാരും കാണുന്നുള്ളൂ. ആരാണോ 90% ആൾക്കാർ പോസിറ്റീവായിട്ട് കാണുന്നത്? ഈ ആങ്കർ ചേട്ടാ, നിങ്ങൾക്ക് ഈ അമ്മ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അറിയോ? ഒരു അമ്മയും താൻ കാരണം സ്വന്തം മക്കൾ ആരുടെയും മുന്നിൽ തലകുനിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ സ്വന്തം മക്കൾ തലകുനിച്ച് നടന്നാലും കുഴപ്പമില്ല, എനിക്ക് അടിച്ചു പൊളിക്കണം. എന്നിട്ട് പറയുന്ന പേരെന്താണ്? മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അമ്മയും തൻ്റെ വസ്ത്രം മാറ്റിയിട്ട് ശരീരഭാഗം കാണിച്ച് ജീവിക്കത്തില്ല. മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ. മനസ്സിലായോ? ഞാനിത് പറയാൻ കാരണം എൻ്റെ അമ്മ ഒരു സിംഗിൾ പാരൻ്റ് ആണ്. എൻ്റെ അമ്മ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ കാരണം എൻ്റെ മക്കളുടെ തല കുനിക്കാൻ ഒരു അവസരം ഞാൻ ഉണ്ടാക്കത്തില്ല എന്നാണ് എൻ്റെ അമ്മ. എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കേട്ട് വളർന്നത് അങ്ങനെയുള്ള വാക്കുകളാണ്. അപ്പോൾ ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീയും തൻ്റെ മക്കളുടെ ശിരസ് പൊതുസമൂഹത്തിന് മുന്നിൽ താഴാൻ അനുവദിക്കില്ല. എപ്പോഴാണോ കിച്ചുവിൻ്റെ തല താഴുന്നത് ആ സമയത്താണ് കിച്ചു റിയാക്ട് ചെയ്ത് തുടങ്ങിയത്. അതുവരെയും അവൻ ആരോടും ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതല്ലാതെ ഒരാളുടെ മുമ്പിലും ഇവരെ എതിർത്ത് സംസാരിച്ചിട്ടില്ല. അവൻ ഇൻ്റർവ്യൂവിലായിക്കോട്ടെ, അവൻ്റെ ലൈവുകളിലായിക്കോട്ടെ, അവൻ മുൻപൊരിക്കൽ വന്നിട്ട് വീഡിയോ ചെയ്തു അവൻ്റെ കൂട്ടുകാരൊക്കെ ഒരുമിച്ചിരുന്നിട്ട്. അമ്മ ചെയ്യുന്ന കാര്യം അമ്മയുടെ ഇഷ്ടമാണ് എന്നേ അവൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എന്നാണോ സൊസൈറ്റി അവനെ ചോദ്യം ചെയ്തു തുടങ്ങിയത് അമ്മയുടെ പേരിൽ, അന്ന് മുതൽ അവൻ റിയാക്ട് ചെയ്തു തുടങ്ങി. അപ്പോൾ ആത്മാഭിമാനമുള്ള ഒരു അമ്മയും മക്കളുടെ തല താഴ്ത്താൻ സമ്മതിക്കില്ല. എഴുതി വെച്ച് ഞാൻ വീണ്ടും പറയുന്നു, റിതപ്പൻ ഇത് തിരിച്ചു ചോദിച്ചിരിക്കും. റിതപ്പൻ തിരിച്ചു ചോദിക്കുക തന്നെ ചെയ്യും. അന്നേ രേഷു തങ്കുന് താൻ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. ഇത് ഇവരുടെ കാര്യം മാത്രമല്ല കേട്ടോ. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടും മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറഞ്ഞിട്ട് ഓരോ പേക്കൂത്ത് കാണിക്കുന്ന എല്ലാവളുമാർക്കുള്ളതാണ്. എല്ലാവളുമാർക്കുള്ള ഒരു താക്കീതാണ്. നിങ്ങളുടെ മക്കൾ പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ, നാളെ അവർ വളർന്നു വരുമ്പോൾ അവർ നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കും, നീ ഇങ്ങനെയാണോ എന്നെ വളർത്തിയതെന്ന്. എനിക്ക് നാട്ടിലിറങ്ങി നടക്കാൻ വയ്യെന്ന് പറയും. അവർക്കൊരു കല്യാണ ആലോചന വരുമ്പോൾ അടുത്തുള്ള നാട്ടുകാർ പറയും, അവളുടെ അമ്മയോ അല്ലെ അവരുടെ അമ്മയോ ശരിയല്ല കേട്ടോ, ആ ബന്ധം ശരിയല്ല, കുടുംബം ശരിയല്ല
എന്നേ പറയത്തുള്ളൂ. ഇതൊന്നും ഇപ്പം നിങ്ങൾ മനസ്സിലാക്കില്ല. നിങ്ങൾക്ക് പറയും പൈസ ഉണ്ടെങ്കിൽ എന്തും ആവാമല്ലോ. പൈസ എത്ര മുടക്കിയാലും നമുക്ക് കിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ആത്മാഭിമാനം, അന്തസ്. അത് വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന കാര്യമല്ല. അതിന് പാരമ്പര്യ ഗുണം വേണം, പൈതൃക ഗുണം വേണം. ബാക്കി എപ്പോഴും മനസ്സിലുണ്ടാകുന്നതെന്ന് പറയുന്നത് രേണുസുതി നന്നായി തന്നെ മുന്നോട്ട് പോട്ടെ. നല്ല ആളുകൾ അങ്ങനെയാണ് ചിന്തിക്കാറുള്ളത്. എന്നെപ്പറ്റി ഇന്നീ നിമിഷം വരെ നല്ല മനസ്സുള്ള നല്ല ആളുകൾ. എനിക്ക് തോന്നുന്നു ഇപ്പം ഇത് പറയുമ്പോൾ തന്നെ ആൾക്കാർ പറയും ഓ അവൾ ഉയർന്ന ആൾക്കാർ. അങ്ങനല്ല, ഇച്ചിരി ഉയർന്ന ആൾക്കാർ, അവർക്ക് വിവരവും വിദ്യാഭ്യാസവും ബുദ്ധിയും ഉള്ളവർ എന്നെ ഇന്നീ നിമിഷം വരെ ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. അച്ചടാ പാവോ. ഞാൻ എൻ്റെയൊക്കെ കമൻറ്റ് ബോക്സ് നോക്കണം. എൻ്റെയൊക്കെ കമൻറ്റ് ബോക്സിൽ ഏതൊരു വീഡിയോ ഇവരുടെ വിഷയം ചെയ്താലും വരുന്ന കമൻറ്റുകൾ ഓരോ അമ്മമാരുടെയാണ്. എൻ്റെ മാത്രമല്ല കേട്ടോ, ഇവരുടെ വിഷയം ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ചെയ്യുന്ന കമൻറ്റ് ബോക്സിൽ കാണുന്ന കമൻറ്റുകൾ അമ്മമാരാണ് കൂടുതൽ കമൻറ്റ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ അമ്മമാരാണ്. ആ കമൻറ്റ് നിങ്ങൾ തന്നെ നോക്കിയാൽ മനസ്സിലാവും. എല്ലാവരും മക്കളുള്ള അമ്മമാരാണ്, മക്കളെക്കുറിച്ച് ചിന്തിക്കുന്ന അമ്മമാരാണ്. അതുകൊണ്ടാണ് കിച്ചു വന്നങ്ങനെ ഒരു ലൈവ് ചെയ്തപ്പോൾ എല്ലാവർക്കും കിച്ചുവിനോടൊരു അനുകമ്പ തോന്നിയത്, ഒരു വിഷമം തോന്നിയത്. എന്താ മകൻ പറയുന്നൊരു ഫീൽ വന്നത്. ഇവർ പറയുന്ന നല്ല മനസ്സുള്ള ആൾക്കാർ ആരാണെന്ന് എനിക്കറിയത്തില്ല. ഇനി ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ്? നിങ്ങൾ ഓരോരുത്തരുടെയും പേരെടുത്ത് നോക്കി. ഞാൻ പേരൊന്നും പറയുന്നില്ല, എനിക്കിനി പിന്നെയും ആ ഒരു ലൂപ്പിലേക്ക് പോകാൻ താല്പര്യമില്ല. ഓരോ ദിവസം ഓരോരുത്തർ വരുന്നുണ്ടല്ലോ പുതിയ പുതിയ ആൾക്കാർ. അത് ആരൊക്കെയാണ്, അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കണം. അപ്പോൾ മനസ്സിലാവും ഈ നല്ല മനസ്സിൻ്റെ ഉടമകൾ ആരൊക്കെയാണെന്നുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, സോഷ്യൽ മീഡിയ പോലും വെറുതെ ചൊറിയും കുത്തിയിരുന്ന് ഒരു പണിയില്ലാതെ ഒന്നും നടക്കാതെ ചൊറിയും കുത്തിയിരുന്ന കുറെ മാത്രമാണ് എന്നെ പറ്റി നെഗറ്റീവ് അടിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല സംസ്കാരം, നല്ല സംസ്കാര സമ്പന്നയാണ് രേഷു തങ്കു. സംസ്കാര സമ്പന്നയാണ്. എന്താ പറയാ, നാവിൽ നിന്ന് മുത്തുമണികൾ മാത്രമേ പുറത്തേക്ക് വരത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വികട സരസ്വതി വിളയാടുന്നു മാത്രം. അതാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്തും കാണുന്നത്. അതുപോലെ തന്നെ എയർപോർട്ടിൽ വന്നിറങ്ങിയ വീഡിയോയിലും കാണുന്നത്. വികട സരസ്വതി വിളയാടിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്താണ് പറയുന്നത്, ആരോടാണ് പറയുന്നത്, ആരെക്കുറിച്ചാണ് പറയുന്നത്, ഒരു ചിന്തയില്ല. അങ്ങോട്ട് അടിക്കാണ്. ഇതൊക്കെ തിരിച്ചടി വാങ്ങുമ്പോഴേ, തിരിച്ചടി കിട്ടുമ്പോൾ ഇതൊക്കെ താങ്ങാനുള്ള ശേഷി ഉണ്ടായാൽ മതി. അത്രേ പറയാനുള്ളൂ. അത് കറക്റ്റ് കേട്ടോ. കാരണം എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാനുള്ള കഴിവുള്ളെങ്കിൽ ഇങ്ങനെ കുറ്റം പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ. അപ്പം ഈ ഒരുപാട് നല്ല ആളുകൾ എന്നെ പറ്റി. ഞാൻ ഈ ആങ്കർ ചേട്ടനോട് ഒരു കാര്യം ചോദിക്കട്ടെ. ചേട്ടൻ മാരീഡ് ആണോ? ചേട്ടൻ മാരീഡ് ആണെങ്കിൽ ചേട്ടൻ്റെ പറയുന്നുണ്ടെന്ന് വിചാരിക്കരുത്. ചേട്ടൻ്റെ ഭാര്യ നാളെ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ സബ്സ്ക്രിപ്ഷനോ മെമ്പർഷിപ്പ് ലൈവോ ഒക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഈ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ പല രീതിയിലും ചെയ്യാം. അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാം, ഈ പറഞ്ഞ പോലെ തുണി മാറ്റിയിട്ട് ശരീരഭാഗം കാണിക്കാം. പക്ഷേ ചേട്ടൻ്റെ ഭാര്യ, ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യമാണ്, ചെയ്യാൻ ഇറങ്ങുമെന്ന് വിചാരിക്കുക. ചേട്ടൻ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ സപ്പോർട്ട് ചെയ്യോ ചേട്ടാ? ചെയ്യോ? അല്ല, എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ചേട്ടൻ പറയാം നീ കാണിക്കടി, പൈസ വരുമല്ലേ എന്നും പറഞ്ഞ് സപ്പോർട്ട് ചെയ്യോ? അപ്പോൾ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചെയ്യൽ അല്ലേ? ഇവിടെ ഒരു ചെറുപ്പക്കാർ, ഒരു 22 വയസ്സുകാരൻ അവൻ്റെ അമ്മ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് അവൻ്റെ അഭിമാനത്തിന് ക്ഷതമേറ്റിട്ട് അവൻ്റെ സങ്കടം പറഞ്ഞു. അവൻ്റെ കുട്ടിക്കാലത്തെ ട്രോമ ഉൾപ്പെടെ അവൻ വിളിച്ചു പറഞ്ഞു. അവിടെ ഇവരെ ഡയറക്റ്റായിട്ട് അവൻ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഡയറക്റ്റായിട്ട് പറഞ്ഞ ആൾക്കാർ ഇപ്പോഴും വാ മൂടി ഇരിപ്പുണ്ട്. അവർക്ക് ഒരു പ്രശ്നമില്ല, അവർ വാ മൂടി ഇരിപ്പുണ്ട്. ചൊറിച്ചിൽ മുഴുവൻ ആർക്കാണ്? രേഷു തങ്കുവിനാണ്. എന്നെയാണ് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിക്കുകയാണ്, ചേട്ടൻ്റെ വീട്ടിൽ ആരെങ്കിലും, ഞാൻ വൈഫ് എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രം, ഞാൻ അതിന് ക്ഷമ ചോദിക്കുകയാണ്. കാരണം നിവൃത്തികളോട് പറഞ്ഞു പോകുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ വെളുപ്പിക്കാൻ വരുമ്പോൾ നിവൃത്തികളോട് പറഞ്ഞു പോകുന്നതാണ്. അവരിങ്ങനെ ശരീരം കാണിച്ചുകൊണ്ട് കാശുണ്ടാക്കിക്കൊണ്ട് വന്നാൽ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ? എൻ്റെ ചോദ്യം അത്രേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ നന്നായിട്ട് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്. വൈറ്റ് വാഷ് ഒന്നും കുറഞ്ഞു പോയി. വൈറ്റ് വാഷ് കുറച്ചുകൂടെ എടുക്കാമായിരുന്നു. ഒരു 100 പേര് എന്നെ നെഗറ്റീവ് പറഞ്ഞാൽ 2 പേര് എനിക്ക് പോസിറ്റീവ് പറഞ്ഞാൽ എൻ്റെ മൈൻഡ് ഓക്കെയാണ്, സെറ്റാണ്. ഞാൻ മുന്നോട്ട് അങ്ങനെ തന്നെ പോകും. ഇനി ആകാശം ഇടിഞ്ഞു വീഴുന്ന പ്രശ്നം ഉണ്ടായാലും രേണു സുധി ഇങ്ങനെ പോകത്തുള്ളൂ. ഇപ്പം ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. നിങ്ങൾ ഇവിടെ വന്നില്ല. എന്നെ ഏതെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ദുബായി പോയപ്പോൾ ഇത് തന്നെ പറഞ്ഞതാണ്. മദ്യപിച്ച് വഴി കിടന്ന് ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു. അതെ, അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു ശരിക്കും അഭിനയിക്കുകയാണ്. ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത് തന്നെ രേണു അഭിനയത്തിന്റെ ഭാഗമായിട്ടാണ്. ആൽബത്തിൽ അഭിനയിക്കുക, ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുക, സിനിമയിൽ അഭിനയിക്കുക, നാടകത്തിൽ അഭിനയിക്കുക, ഇതൊക്കെയാണ് അഭിനയമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ പ്രമോഷന് പോകുന്നത് അഭിനയമാണോ, അല്ലെങ്കിൽ ഉദ്ഘാടനത്തിന് പോകുന്നത് അഭിനയമാണോ? എനിക്കറിയില്ല കേട്ടോ. അത് നമ്മുടെ അവിടെ പോകുന്നു, ഉദ്ഘാടനം ചെയ്യുന്നു, തിരിച്ചു വരുന്നു. പ്രമോഷൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഉദ്ഘാടനത്തിനൊപ്പം പ്രമോഷൻ എന്ന് പറഞ്ഞ പരിപാടി കേൾക്കുന്നത്. ഉദ്ഘാടനം തന്നെ ഒരു പ്രമോഷനാണ്. പിന്നെ അവിടെ ഇത്രയും ദിവസം നിന്നിട്ട് എന്ത് പ്രമോഷനാണെന്നുള്ളത് എനിക്കറിയത്തില്ല. അവിടെ ഡാൻസ് കളിക്കുന്നു, അല്ലെങ്കിൽ അവിടെ പാട്ട് പാടുന്നു, അങ്ങനെ ഒരു ഷോ ഓഫ് ഒക്കെ നടത്തിയുള്ള പ്രമോഷൻ ഞാൻ ആദ്യമായിട്ട് ഇവരുടെ കാര്യത്തിലാണ് കേൾക്കുന്നത്, കാണുന്നത്. മുന്നേ അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ എവിടെയെങ്കിലും അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ. ഇവിടെ ഹണി റോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അന്നരാജൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള സെലിബ്രിറ്റി ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, ഇവരെല്ലാം വന്ന് ഇനാഗുറേഷൻ ചെയ്യുന്നുണ്ട്. അവരുടെ വഴിക്ക് പോകുന്നുണ്ട്. അല്ലാണ്ട് അവിടെ നിന്നിട്ട് ഒരാഴ്ച 2 ആഴ്ച നിന്നിട്ട് അവർ പ്രമോഷൻ പരിപാടി, മറ്റേ കൂത്താട്ടം, ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി എൻ്റെ അറിവുകളുണ്ട്, അല്ലെങ്കിൽ ഞാൻ കാണാത്തതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ രേഷു തങ്കു ദുബായിലൊക്കെ ഒരുപാട് യാത്രകൾ ചെയ്ത ആളായുണ്ട്. അവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ ദുബായിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തരിക.
അവിടെ പ്രൊമോഷൻ എന്ന് പറയുന്ന പരിപാടി ഉണ്ടോ, ഇത്തരത്തിൽ നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് പ്രൊമോഷൻ നടത്തുന്ന പരിപാടി ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞു തരിക. സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ആൾക്കാർ പോകുന്നത് കണ്ടിട്ടുണ്ട്, ആഴ്ചകളും അല്ലെങ്കിൽ മാസങ്ങളൊക്കെ നിന്ന് പ്രൊമോട്ട് ചെയ്തിട്ടൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് ഒരു സ്ഥാപനത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി നാട്ടിൽ നിന്ന് ആളെ കൊണ്ടുപോയി ഗസ്റ്റിനെ കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ച് എന്ത് പ്രൊമോഷനാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, എൻ്റെ അറിവുകേടാണ്, ക്ഷമിക്കുക. നമ്മൾ ഓരോരുത്തരും ഒരു സിനിമയാകുമ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നു. ഇത് ഇനാഗുറേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് പ്രൊമോഷൻ. അപ്പൊ അതാണ് ചെയ്യുന്നത്. അതിന് നെഗറ്റീവായി എടുക്കേണ്ട കാര്യമില്ല. അതൊരാളുടെ വരുമാന മാർഗമാണ്. നെഗറ്റീവായിട്ട് ഇട്ട് കൊടുക്കുന്ന ആരാണ്? ആരും ഇതൊന്നും നെഗറ്റീവായിട്ട് എടുക്കുന്നില്ല. ഇപ്പോൾ അവിടെ പോയി പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവിടെ പോയി ഇനാഗുറേറ്റ് ചെയ്യുന്നു, ഇതൊന്നും ആരും തെറ്റ് പറയുന്ന കാര്യങ്ങളല്ല. പക്ഷേ അവിടെ ഞാൻ ഇങ്ങനെയാണ് കാണിക്കുന്നത് എന്ന് ഇട്ട് കൊടുക്കുന്ന ആരാണ്? നിങ്ങൾ ഈ വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെയാണ് ചെയ്യുന്നത്, ഈ സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് പോലും വയ്ക്കാതെ കള്ള് പ്രൊമോട്ട് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത്. സമ്മതിക്കണം, ഇത്രയൊക്കെ കാണിച്ചിട്ടും ഇരുന്ന് വെളുപ്പിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ്. അതെ, തീർച്ചയായിട്ടും വരുമാന മാർഗം മാത്രമാണ്. നമുക്ക് ജീവിക്കണേ പണം വേണം, മനസ്സിലായി? അതിന് അതാ ഞാൻ പറഞ്ഞു, ഇവർക്ക് ഒന്നും പറ്റുന്നില്ല. രേണുസുതി ഫോൺ തുറക്കാൻ പറ്റത്തില്ല, രേണുസുതി മാറ്റി ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റത്തില്ല, ഫേസ്ബുക്കിനകത്ത് വിവാദം. അപ്പൊ ഇവർക്കും ആഗ്രഹമുണ്ട് ഇങ്ങനെയൊക്കെ ഇവരുടെ മുഖം കാണണമെന്ന്. അച്ചോടാ, ഇങ്ങനെയൊക്കെ കാണണമെന്ന് ഒരാളും ആഗ്രഹിക്കില്ല. പിന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബും തുറക്കാൻ പറ്റില്ല എന്ന് കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് തുറക്കാൻ വയ്യ, ഞങ്ങൾക്ക് കണ്ട് മടുത്തു എന്ന് എല്ലാവരും പറയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഇപ്പോഴാണ് അത് ബോധ്യമായത്. നിങ്ങളെ കൊണ്ട് ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാമും തുറക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ബോധ്യമായത് ഈ 2-2.5 വർഷങ്ങൾക്ക് ശേഷമാണെന്ന് മാത്രം. എന്തോ നടക്കുന്നില്ല. അത് മാത്രമല്ല, ഇനിയിപ്പം ഏറ്റവും വലിയ രസം, ഒരു രേണുസുതി ഒരു അക്കൗണ്ട് തുടങ്ങി, ഇൻസ്റ്റഗ്രാമിൽ തുടങ്ങി, സബ്സ്ക്രിപ്ഷൻ 3 ലക്ഷം വരുമാനമായി. ഇനി കുറച്ച് കഴിയുമ്പോൾ 5 ലക്ഷം. രേണുസുതിക്ക് 5 ലക്ഷം സഹിക്കാൻ പറ്റുന്നില്ലേ? അതൊരു ഇയാളൊക്കെ എന്ത് പറയാനാണ്? ഞാൻ ചോദ്യം വീണ്ടും ചോദിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് അവിടെ തുണി അഴിച്ച് കാണിച്ച് പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളത് സപ്പോർട്ട് ചെയ്യുമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ രേഷു തങ്കുവിനെ സപ്പോർട്ട് ചെയ്യണം. കാര്യം വർഗ്ഗഗുണം കാണിക്കണമല്ലോ. നിങ്ങൾ ചെയ്തോ. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇതുപോലെ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയി എത്തി നോക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇത്ര കാര്യമായിട്ട് നമ്മൾ വെളുപ്പിക്കുന്നത്. ചേട്ടാ, നിങ്ങളൊരു ആങ്കറാണ്, ഒരല്പം ഉളുപ്പുണ്ടാവാം, ഒരല്പം ഉളുപ്പാവാം കേട്ടോ. മറ്റു ആങ്കേഴ്സിൻ്റെ വില നിങ്ങളായിട്ട് കളയരുത്. പ്രശ്നമാണ്. മറ്റൊരാളിൻ്റെ ഉയർച്ചയിൽ അവർക്ക് ചില ആൾക്കാർക്ക് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഉയർച്ചയോ നെഗറ്റീവ് പബ്ലിസിറ്റി, അതാണ് ഇവരുടെ ഉയർച്ച. ഈ പബ്ലിസിറ്റി ഒരാളും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഇത്തരത്തിൽ ഇങ്ങനെ ഉയർന്നു വരണമെന്ന് ഒരാളും അയ്യോ എനിക്കിതുപോലെ ആവണം എന്ന് ഒരാൾ, നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുപിടിക്കുന്ന നിങ്ങൾ ഒരാൾക്കെങ്കിലും രേഷു തങ്കുവിനെ പോലെ ആവാൻ ആഗ്രഹമുണ്ടോ? ഞാൻ മുൻപൊരിക്കൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഒരാൾ പോലും ഏകദേശം 800 മേൽ കമൻറ്റ് വന്നു. അതിനകത്ത് ഒരു കമൻറ്റ് പോലും ഇല്ല അതുപോലെ ആവണമെന്ന് പറഞ്ഞു. പിന്നെ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? അതാണല്ലോ സത്യം. അല്ലെങ്കിൽ ഞാനൊന്നും കൊടുക്കുന്നില്ല. ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ എന്തെങ്കിലും പോയെങ്കിൽ ശരി, ഓക്കെ, ഞാനൊരു 180 രൂപയല്ലേ പോയുള്ളൂ, പോട്ടെന്നേ, എന്നെ കൊണ്ട് പറ്റുന്ന സംഭവമല്ലേ എന്ന് ചിന്തിക്കില്ല. പക്ഷേ നമുക്ക് എങ്ങനെ വിമർശിക്കാൻ പറ്റും? ആ വിമർശനത്തിലൂടെ നമ്മളെ ആരെങ്കിലും ശ്രദ്ധിക്കാൻ പറ്റുമോ? വിമർശിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ആൾ ശ്രദ്ധിക്കാൻ കൂടി വേണ്ടിയായിരിക്കും. കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതിന്റെ പേര് വേറെയാണ്, ഞാനത് എനിക്കിവിടെ പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ ആ പേര് രേണുസുതി ആ പേരും കൂടെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വൻ റീച്ചാണ്. അവരുടെ അക്കൗണ്ട് ഫോളോവേഴ്സ് കൂടുന്നു, അവർ പിന്നെ അവർക്ക് പ്രചോദനമാണ് ഇനി അടുത്ത വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. എനിക്കെതിരെ ഈ രേഷു തങ്കു മനസ്സിലാക്കാത്ത കാര്യം എന്താ അറിയോ? നിങ്ങളെ നല്ലത് പറഞ്ഞ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് കാണാൻ ഒരാളും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളെ 10 തെറി പറഞ്ഞ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് കാണുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അതിൻ്റെ താഴെ തെറികൾ പറയുകയും ചെയ്യും. കാരണം നിങ്ങളെ ആൾക്കാർ അത്രമാത്രം വെറുത്ത് കഴിഞ്ഞു. നിങ്ങളെ ആർക്കും ഇഷ്ടമല്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ പോലും ഉള്ളുകൊണ്ട് പറയുന്നുണ്ടാവും ഇവിടെ എന്തായി കാണിക്കുന്നതെന്ന്. അത്രമാത്രം നിങ്ങൾ അധപ്പതിച്ച് കഴിഞ്ഞു. മനസ്സിലാക്കാത്തത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കുറേ വാലുകളും മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴും ന്യായീകരിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ഇപ്പം മെയിൻ ഒരു നമ്മുടെ ഒരു എന്താ പറയുക സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു വ്ളോഗർ ഉണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞ ഞാനത് മുഴുവൻ കണ്ടു കേട്ടോ. അദ്ദേഹം പറഞ്ഞത് രേണുസുതി എന്ന് പറയുന്ന ഒരു എക്കോ സിസ്റ്റം ആയിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അല്ല, രേണുസുതി നെഗറ്റീവ് പറയുന്നവര്, അത് രേണുസുതിക്ക് വരുമാനം, ആ നെഗറ്റീവ് പറയുന്നവർക്ക് വരുമാനം, അത് പിന്നെ വിവാദമാകുന്ന, ഇങ്ങനെ എക്കോ സിസ്റ്റം ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ രേണുസുതി എന്നുള്ള ഒരു കണ്ടന്റ്. ഉറപ്പിക്കാമല്ലോ അല്ലേ? ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പറയുന്നുണ്ട്. സീക്രട്ട് ഏജന്റ് പറഞ്ഞ ആ ഒരു കാര്യം ഞാൻ മുഴുവൻ കണ്ടു, എനിക്കത് ഒരുപാട് ഇഷ്ടമായി എന്ന ലെവലിലാണ് രേഷു തങ്കു അവതരിപ്പിക്കുന്നത്. ഇത് ഉറപ്പിക്കാമല്ലോ അല്ലേ? ഇനി മാറ്റി പറയില്ലല്ലോ. പക്ഷേ കുറച്ചാൾ മുൻപേ ഇതേ രേഷു തങ്കു വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാമോ? ഇതേ കണ്ടിട്ട് വാ. സുധി എന്ന സെന്റിമെന്റ്സ് രേണുവിൽ നിന്ന് പോയി. ഡബിൾ മീനിങ് സംസാരം രേണു കല്യാണം കഴിക്കുന്നതല്ല തുറന്നെടുത്ത് സായി കൃഷ്ണ, നമ്മുടെ സീക്രട്ട് ഏജന്റ് ആണെന്ന് തോന്നുന്നല്ലേ? സായി കൃഷ്ണ അതല്ലേ? അത് സാരമില്ല, അതല്ലേ സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ്. ആഹാ, സുധി എന്താ പോയോ?
ആരാ പറഞ്ഞ പോയെന്ന്? സായി കൃഷ്ണ, സുധി പോകുന്നില്ല. കൊല്ലസുധിയുടെ ഭാര്യയാണ് ഞാൻ. അപ്പം സുധി എന്തായാലും ഇപ്പൊ പോകുന്നില്ല. ഓക്കെ, രേണുസുധി 100 വട്ടം രേണുസുധി. ഓക്കെ, എങ്ങനെയുണ്ട്? അപ്പോൾ രേഷു തങ്കുവിനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ ആ പറയുന്നവർ നല്ല മക്കൾ, രേഷു തങ്കുവിനെ വിമർശിച്ചാൽ ആ വിമർശിക്കുന്നവർ മക്കൾ. ഇതാണ് രേഷു തങ്കുവിൻ്റെ ഒരു നിലപാട്. സപ്പോർട്ട് ചെയ്താൽ അവൻ നല്ലവൻ, വിമർശിച്ചാൽ, ഇവർ ചെയ്യുന്ന തെറ്റുകൾ വിമർശിച്ചാൽ അവൻ തീർന്നു, അവൻ്റെ കാര്യം കഴിഞ്ഞു. ഇതാണ് ഇവരുടെ നിലപാടെന്ന് പറയുന്നത്. ഇപ്പോൾ പറയുന്നതല്ല, പിന്നെ പറയുന്നത്. ഇനി വേറെ കാര്യം, ഇവർ കഴിഞ്ഞ ദിവസം ദുബായിൽ വെച്ചിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇനി ഒരു വിവാദങ്ങൾക്കും മറുപടി പറയാനില്ല, ഒരു വിവാദങ്ങൾക്കും ഞാൻ ഇനി മറുപടി പറയുന്നില്ല, സോഷ്യൽ മീഡിയയിൽ വന്ന് ഞാൻ ഇനി മറുപടി പറയുന്നില്ല, എന്തെങ്കിലും അറിയാനുള്ളവർക്ക് എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് ചോദിക്കാം എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം ഇവർ വീഡിയോ അവസാനിപ്പിക്കുന്നത്. പക്ഷേ രാഹുൽ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ അങ്ങോട്ട് തുടങ്ങി. ഇവർക്ക് ഈ മീഡിയനെ കാണുമ്പോൾ ഒരുതരം വെപ്രാളമാണ്, ഉള്ളിലുള്ള കാര്യം അങ്ങോട്ട് വൊമിറ്റ് ചെയ്യാനായിട്ട്. അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ വിവാദങ്ങളുടെ ഘോഷയാത്രയായിരിക്കും. ഇപ്പം കിച്ചുവിനെ നോക്കും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കിച്ചുവിൻ്റെ കാര്യം നോക്കിയിട്ട് ലൈഫ് സെറ്റിൽ ചെയ്യുന്നതാണ് നല്ലത് എനിക്ക് തോന്നുന്നുണ്ട്. എങ്കിൽ കിച്ചു സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയായി. ഇനി അങ്ങോട്ട് കിച്ചു ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് കിച്ചുവിന് ജീവിക്കാനുള്ള വകുപ്പ് കിച്ചുവിന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. അത് മനസ്സിലാക്കി കിച്ചു ചെയ്യുവാണെങ്കിൽ നാളെ ലോകം കിച്ചുവിനെ അഭിനന്ദിക്കും, ഉറപ്പടന് യാതൊരു സംശയവും വേണ്ട. യൂട്യൂബ് ചാനൽ കിച്ചുവിന് റൺ ചെയ്യാം, പ്രൊമോഷൻസ് കിച്ചുവിന് ചെയ്യാം, അതുപോലെ തന്നെ ആങ്കറിങ് കിച്ചുവിന് പറ്റുന്നൊരു പരിപാടിയാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കിച്ചുവിൻ്റെ ഒരു വീഡിയോ കണ്ടു, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വീഡിയോ. നല്ല രസമായിട്ട് കിച്ചു അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന പോലെ കിച്ചു അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പ്രൊമോഷൻ വീഡിയോ കിച്ചു ചെയ്യുവാണെങ്കിൽ കിച്ചുവിന് ജീവിക്കാനുള്ള വരുമാനം അവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒപ്പം പഠിക്കുകയും കൂടെ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിച്ചുവിന് ചെയ്യാൻ പറ്റും. എനിവേ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്, അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. വീണ്ടും കാണാം.